താമരശ്ശേരിയിലെ ലീഗിന്റെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഫ്രഷ് കട്ട് സമരസമിതി ചെയർമാൻ കുടിക്കിൽ ബാബു ഉണ്ടല്ലോ, പുള്ളി സ്ഥലത്തില്ല. കുടിക്കിൽ ബാബു സ്ഥലത്തില്ലാതെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം വന്നത് എന്നത് പ്രേക്ഷകർ സംശയിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ലീഗ് താമരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കിപ്പം രഞ്ജിത്തുണ്ട്. രഞ്ജിത്തെ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് വടക്കൻ കേരളത്തിൽ പൊതുവെ വിമതശല്യം രൂക്ഷമാണോ? ഒപ്പം നമ്മുടെ ഈ ഫ്രഷ് കട്ടിന്റെ കാര്യത്തിൽ കുടിക്കിൽ ബാബുവിനെ നിർത്തേണ്ട എന്ന് ലീഗ് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞോ? ഡോക്ടർ അരുൺ, വടക്കൻ കേരളത്തിൽ വ്യാപകമായി ഓരോ ജില്ലയിലും വ്യത്യസ്തമായ തോതിൽ വിമതശല്യമുണ്ട്. അതിൽ ഇപ്പോൾ ഇത് കോഴിക്കോട് ഇപ്പോൾ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വിമത നീക്കമല്ല. ഫ്രഷ് കട്ട് സമരത്തിന്റെ ചെയർമാനായിട്ടുള്ള കുടിക്കിൽ ബാബു താമരശ്ശേരി പഞ്ചായത്തിൽ 11-ാം വാർഡിൽ കരിങ്ങമണ്ണയിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രീതി വളരെ സാഹസികമായിരുന്നു. കാരണം അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തിന് പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ട്, 8ഓളം കേസുകൾ ഈ ഫ്രഷ് കട്ടിന്റെ സമരവുമായി ബന്ധപ്പെട്ടുണ്ട്. പോലീസ് എവിടെ വിമാനം ഇറങ്ങിയാലും പിടിക്കും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം നേപ്പാളിൽ വിമാനം ഇറങ്ങി, അവിടെ നിന്ന് റോഡ് മാർഗം ഇന്ത്യയിലെത്തി, അവിടെ നിന്ന് വിമാനത്തിൽ ആഭ്യന്തര സർവീസ് വഴി കോഴിക്കോടെത്തി. അങ്ങനെയാണ് അദ്ദേഹം ഗസറ്റഡ് ഓഫീസർ മുമ്പാകെ, നേരിട്ട് നോമിനേഷൻ കൊടുത്തില്ല, ഗസറ്റഡ് ഓഫീസർ മുമ്പാകെ നോമിനേഷനിൽ ഒപ്പുവെച്ച് അദ്ദേഹം വിദേശത്തേക്ക് തന്നെ മടങ്ങി. അവിടെ നോമിനേഷൻ കൊടുക്കാൻ പിന്താങ്ങുന്നവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവർ വഴിയാണ് പോലീസ് ഈ വിവരം ചോർത്തിക്കിട്ടിയത്. എന്തായാലും നോമിനേഷൻ കൊടുത്ത ശേഷം ഇത് വലിയ വിവാദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പിൻവലിക്കണം എന്നൊരാവശ്യം ലീഗിൽ തന്നെ ഒരു വിഭാഗം ഉന്നയിച്ചു. ജില്ലാ ലീഗിനും അതേ നിലപാടാണ്. പക്ഷേ താമരശ്ശേരിയിലെ ലീഗിൻ്റെ കമ്മിറ്റിക്ക് കുടിക്കിൽ ബാബു മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫ്രഷ് കട്ടിൻ്റെ സമരനായകനായതുകൊണ്ട് ആ ഒരു ഇമേജ് ഉപയോഗിച്ച് അവിടെ ജയിക്കാം. മാത്രമല്ല കരിങ്ങമണ്ണ ലീഗിൻ്റെ കുത്തക വാർഡാണ്, അവിടെ ആര് മത്സരിച്ചാലും ജയിക്കും. അതുകൊണ്ട് അദ്ദേഹം മതി എന്നുള്ളതാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അഭിപ്രായം. പക്ഷേ ജില്ലാ കമ്മിറ്റിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഇതിൽ ആരുടെ അഭിപ്രായമാണ് ഇന്ന് വൈകിട്ടാവുമ്പോൾ ഉറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. മറ്റിടങ്ങളിലേക്ക് വന്നാൽ കോഴിക്കോട് 4 കോൺഗ്രസ് വിമതന്മാരുള്ളത് കാരശ്ശേരി ബ്ലോക്ക് ഡിവിഷനിലാണ്. അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ KPCC അംഗം ഉൾപ്പെടെ 4 പേർ മത്സര രംഗത്തുണ്ട്. പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്ന ആരോപണമാണ് കാരശ്ശേരി ഡിവിഷനിൽ ഉന്നയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന രാഹുൽ ചാലിൽ മത്സരിക്കുന്നിടത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. നാദാപുരം പഞ്ചായത്തിൽ 1-ാം വാർഡിൽ CPIക്ക് കൊടുത്ത വാർഡാണ്, അതിനെതിരെ CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ അവിടെ മത്സരിക്കുന്നുണ്ട്. വാണിമേൽ പഞ്ചായത്തിൽ CPM മെമ്പർ UDF സ്വതന്ത്രയായി മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലും ഈ വിമത ശല്യം നിലനിൽക്കുന്നു. നമുക്കറിയാം, വയനാട്ടിലേക്ക് പോയാൽ ജഷീർ പള്ളിവയലിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ മത്സരമുണ്ട്. പാലക്കാട്ട് സമാനമായി കോൺഗ്രസിലും BJPയിലും വിമത ശല്യമുണ്ട്. അങ്ങനെ വിമതന്മാരുടെ ദിവസമാണ് ഇന്നെന്ന് പറയാം. വിമതന്മാർ പിൻവലിച്ചാൽ പിൻവലിച്ചു, ഇല്ലെങ്കിൽ ഓരോ പാർട്ടികൾക്കും തലവേദനയാണ്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. ആ പേര് പോലെ തന്നെ സംഭവിച്ചു അല്ലേ, കുടിക്കിൽ ബാബു. അപ്പോൾ ബാബു കുടിക്കിലായി ഒരവസ്ഥയിലാണ്. കുടിക്കിൽ ബാബു ഫ്രഷ് കട്ട് സമരത്തിന് നേതൃത്വം നൽകിയ ആളാണ്. എത്രമാത്രം സാഹസികമായിട്ടാണ് ഈ കുടിക്കിൽ ബാബു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. VS രഞ്ജിത്ത് പറയുന്നത് കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരുപക്ഷെ നാമനിർദ്ദേശ പത്രിക ഇന്ത്യയിൽ ആദ്യമായിട്ട് സമർപ്പിച്ച ഒരു കക്ഷി ഈ കുടിക്കിൽ ബാബു ആയിരിക്കും. വിദേശത്താണ്, ലുക്കൌട്ട് നോട്ടീസ് ഉള്ളത് കൊണ്ട് 9, 7, 8 കേസുകളുണ്ട് ഈ കുടിക്കിൽ ബാബുവിന്. ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. നേരിട്ട് എത്തുകയോ ഗസറ്റഡ് ഓഫീസർ വഴിയോ വേണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ. അപ്പോൾ വിദേശത്ത് നിന്ന് നേരെ ഇന്ത്യയിലേക്ക് മറ്റേത് എയർപോർട്ടിലെത്തിയാലും പ്രശ്നമാണ്. നേപ്പാളിലേക്ക് ഇറങ്ങുന്നു, നേപ്പാളിൽ നിന്ന് കരമാർഗം ഇന്ത്യയിലേക്ക് എത്തുന്നു, അവിടുന്ന് ആഭ്യന്തര വിമാനം പിടിച്ച് ഇവിടെ കോഴിക്കോടെത്തി അതിനുശേഷം ഗസറ്റഡ് ഓഫീസറുടെ മുന്നിൽ പോയി അത് പൂരിപ്പിച്ച് നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് തിരിച്ച് അതേ വണ്ടിക്ക് തന്നെ തിരിച്ച് കയറി നേരെ വിമാനം കയറി നേപ്പാളിൽ നിന്ന് വിദേശത്തേക്ക് കടക്കുകയാണ് കുടിക്കിൽ ബാബു. അപ്പോൾ എന്തായാലും കുടിക്കിൽ ബാബു ഇന്ത്യയിൽ എവിടെ ഏത് അന്തർദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും അപ്പോൾ തന്നെ പിടിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം മാത്രമല്ല, ഇങ്ങനെ ഒരാളെ ജയിപ്പിച്ച് വിടണം, അത് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യം. സംഭവം ശരിയാണ്, ആ പ്രദേശത്തുള്ളവർക്കൊക്കെ കുടിക്കിൽ ബാബുവിനോട് താല്പര്യമുണ്ട്. പക്ഷേ എന്ന് കരുതി ഇങ്ങനെ ഒരാളെ മത്സരിപ്പിക്കുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത്. പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, താമരശ്ശേരി പഞ്ചായത്തിലെ ലീഗ് കമ്മിറ്റിക്ക്. അതിന് പ്രാദേശികമായിട്ടാണ് ആ തീരുമാനം എടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ കുടിക്കിൽ ബാബു കുടിക്കിൽ തന്നെയാണ്. ഇപ്പോൾ കുടിക്കിലായിരുന്നു താമരശ്ശേരി പഞ്ചായത്തിലെ ലീഗ് കമ്മിറ്റി കൂടിയാണ്.